ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞല്ലേ? എന്തായിരുന്നു നമ്മളോട് ഡിസ്കസ് ചെയ്തത്? എങ്ങനെ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിലേക്ക് എത്തിയെന്നും എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ മാൻഡേറ്ററി ആയിട്ട് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ നമ്മളൊരു എക്സാമ്പിളൊക്കെ വെച്ച് മനസ്സിലാക്കി. ഇതിന് പുറമെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അമേരിക്കയിൽ എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായ ഇഷ്യൂവും അവിടുത്തെ CFOയും CEO ഒക്കെ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ മാൻഡേറ്ററി ആയിട്ട് വേണം എന്ന് പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, ഈ ഒരു സെക്ഷനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ? ഫസ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം ആ കാര്യം സെറ്റ് ചെയ്യണ്ടേ, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ കമ്പനിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായാൽ മാത്രമല്ലേ അതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ ഇല്ലാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ എങ്ങനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യും? അപ്പോൾ ആദ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ട്രക്ചറും ഒക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ടായിരിക്കും ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്ക് പോയിട്ട് നമ്മൾ ഇതിനെയൊക്കെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യുക, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയാനായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുക, രണ്ടാമത്തത് ഇതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യുക. അവിടെ ആയിരിക്കും നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ പഠിക്കുക. ദെൻ സിസ്റ്റം കൺട്രോൾ, അല്ലേ? അതായത് നമ്മുടെ കമ്പനിയിലെ ടെക്നോളജീനെ കൺട്രോൾ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മുടെ കമ്പനിയിലെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കമ്പനിയിലെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ കമ്പ്യൂട്ടർ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ടെക്നോളജി പരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, സൈബർ ക്രൈംസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുക, സിസ്റ്റം കൺട്രോളിൽ പഠിക്കുക. അതുകൊണ്ടാണ് അതിനെ ടെക്നിക്കൽ കൺട്രോൾ എന്ന് കൂടി പറയുന്നത്. ഇപ്പോൾ 3 പാർട്ട് ഏതായിരുന്നു? ആദ്യം റൂൾസും സ്ട്രക്ചറും റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ 2 പാർട്ട്. 3ാമത്തെ പാർട്ട് സിസ്റ്റം കൺട്രോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ സ്ട്രക്ചർ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഒരു ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് ഗവർണൻസ്? ഒരു ഭരണം, അല്ലേ? ഒരു കമ്പനിയിൽ ഒരു ഭരണമില്ലെങ്കിൽ തോന്നിയതുപോലെ ആൾക്കാർ തോന്നിയ പോലെ ചെയ്യും, അല്ലേ? ഇപ്പോൾ എന്തായിരുന്നു എൻറോണിൽ സംഭവിച്ചത്? അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഭരണം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവിടുത്തെ CFOയും CEO ഒക്കെ കൂടി ചേർന്ന് ഫ്രോഡ് കണ്ടക്ട് ചെയ്യുകയും അത് വലിയ ഇഷ്യൂസിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ ഒരു ഭരണം സെറ്റ് ചെയ്യുക. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? അതെന്തിനുണ്ടാക്കിയതാണ്? അതില്ലെങ്കിൽ ആൾക്കാരെല്ലാവരും തോന്നിയ പോലെ ചെയ്യും, അല്ലേ? അതായത് ആരൊക്കെ എന്തൊക്കെ കാര്യം ചെയ്യാൻ പാടില്ല, ആർക്കാണിത് ചെയ്യാനുള്ള റൈറ്റ് എന്നൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിയമം കയ്യിലെടുത്തു എന്നൊക്കെ പറയുമല്ലേ? അപ്പോൾ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോർപ്പറേറ്റ് ഗവർണൻസ്, ഒരു ഭരണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലേ? അതായത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിക്കുക, കോർപ്പറേറ്റ് ഗവർണൻസ്. എന്നിട്ടായിരിക്കും നമ്മളിതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് നമുക്ക് നോക്കാം. Corporate governance is the system by which a company is directed and controlled, encompassing its rules, policies, process, ethics and structure that guide decision making and accountability. അല്ലേ? ഞാൻ പറഞ്ഞ അതേ സാധനം തന്നെ. ഇതാ റൂൾസ്, പോളിസീസ്, പ്രോസസ്സ്, എത്തിക്സ് ആൻഡ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്, അല്ലേ? കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ അകത്ത് ഉള്ളത് എന്തൊക്കെയാണ്? റൂൾസ്, റെഗുലേഷൻസ്, സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഉള്ളിൽ വരുന്ന കാരണങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുക റൂൾസും റെഗുലേഷൻസും സ്ട്രക്ചറും ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് എന്തിൻ്റെ ഭാഗമാണ്? ഗവർണൻസിൻ്റെ ഭാഗമാണ്, ഭരണത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് ഗൈഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, അല്ലേ? അതായത് ഒരു കമ്പനിയിൽ റൂൾസും റെഗുലേഷൻസും എത്തിക്സും എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ ഒരു ഉത്തരവാദിത്തം വരത്തുള്ളൂ. അത് വെച്ചല്ലേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഗവർണൻസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ഭരണം ഉണ്ടാവുക. ഭരണം മീൻസ് റൂൾസും റെഗുലേഷൻസും എത്തിക്സും സ്ട്രക്ചറും എല്ലാം കൃത്യമായിട്ടുണ്ടാവുക ഒരു കമ്പനിയിൽ, അല്ലേ? ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പോൾ അതാണ് ഗവർണൻസ് എന്ന് പറയുന്നത്, ഭരണം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ഗവർണൻസിനെ കുറിച്ചൊരു വെയ്ഗ് ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി. ദെൻ ആരാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസിനുള്ള പാർട്ടിസിപ്പൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ആരായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെയർ കയ്യിലുള്ളവരെല്ലാവരും അവരുടെ ഓണേഴ്സാണ്, ഷെയർ ഹോൾഡേഴ്സാണ്, അല്ലേ? അപ്പോൾ
ഒരു കമ്പനിക്ക് ഇപ്പോൾ ലെറ്റ്സ് 1000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഇവരെയൊക്കെ ഇത്രയും ആൾക്കാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും എമൗണ്ട് ഓഫ് ഓണേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന, അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരായിരിക്കും ഒരു കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുക, അല്ലേ? ഇവരാണ് ഭരിക്കുക, ഇവരുടെ കയ്യിലാണ് ഭരണം, അല്ലേ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എലക്ട് ചെയ്യുന്ന, അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലേ? അതായത് അത്രയും നോളജും ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഇരുന്നവരും ഇപ്പോൾ ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അത്രയും പരിജ്ഞാനമുള്ളവരൊക്കെ ആയിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പണിയാണ് അവിടെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ഡയറക്ഷൻ, അല്ലെ? ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യും. കമ്പനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഐഡിയ കൊടുക്കും. അതാണ് ഫസ്റ്റ്, സെറ്റ് ഡയറക്ഷൻ. അടുത്തത് അപ്രൂവ്സ് സ്ട്രാറ്റജീസ് അപ്രൂവ് ചെയ്യും. ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആരായിരിക്കും? നമ്മുടെ മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടിയിലുള്ള മാനേജേഴ്സ് ആയിരിക്കും. അതായത് സിഇഒയും ഫൈനാൻഷ്യൽ മാനേജറും സെയിൽസ് മാനേജറൊക്കെ കൂടിയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാക്കുക. ഇത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇവർ ഈ സ്ട്രാറ്റജി പ്രസൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇത് പരിശോധിച്ചിട്ട് ഓക്കെ ഇത് നല്ല സ്ട്രാറ്റജിയാണ്, നമുക്കിത് എന്താ പറയുക ഓക്കെ ആക്കാം, ഇത് ഞാൻ അപ്രൂവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്രൂവൽ കൊടുക്കുന്നത്. എന്തിന്? സ്ട്രാറ്റജീസിന്. അടുത്തത് മോണിറ്റേഴ്സ് മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റിനെ മോണിറ്റർ ചെയ്യുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തൊട്ട് താഴ്ത്താരാണുള്ളത് സിഇഒയുടെ താഴ്ത്താരാണുള്ളത് ഫൈനാൻഷ്യൽ മാനേജറും സെയിൽസ് മാനേജറും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറും, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സൊക്കെയാണ് സിഇഒയുടെ താഴത്തുള്ളത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിനെ മോണിറ്റർ ചെയ്യുന്നത് സിഇഒയാണ്. സിഇഒനെ മോണിറ്റർ ചെയ്യുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അല്ലേ? അപ്പോൾ ആ മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടിയിലുള്ളവരെല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അതാണ് അടുത്ത ജോലി, മോണിറ്റേഴ്സ് മാനേജ്മെൻറ്റ്. ഇവരെല്ലാം മീൻസ് പരിശോധിക്കുക, അല്ലേ? ഇവരെയൊക്കെ ഒന്ന് കറക്റ്റായിട്ടാണോ പോകണമെന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. എന്തായിരുന്നു? സെറ്റ് ഡയറക്ഷൻ, അല്ലേ? എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനാണ് കമ്പനി പോകേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, അങ്ങനെ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. അടുത്തത് സ്ട്രാറ്റജീസ് അപ്രൂവ് ചെയ്യുക. പിന്നെ എന്തായിരുന്നു? മാനേജ്മെൻറ്റിനെ, താഴെയുള്ള മാനേജ്മെൻറ്റിനെ മോണിറ്റർ ചെയ്യുക. അടുത്തത് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റ്. ആദ്യത്തേത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ താഴത്തുള്ള മാനേജ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഇഒയ്ക്ക് താഴത്തുള്ള ഫൈനാൻഷ്യൽ മാനേജറും സെയിൽസ് മാനേജറും മാർക്കറ്റിംഗ് മാനേജറും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സും സിഇഒയും അടങ്ങുന്നതാണ് എന്ത്? എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്. എന്താണ് ഇവരുടെ ഡ്യൂട്ടീസ്? ഇംപ്ലിമെൻറ്റ്സ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സ്ട്രാറ്റജീസ് അപ്രൂവ് ചെയ്യുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്ത ഈ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. അത് ആരുടെ ജോലിയാണ്? എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ്. സിഇഒയ്ക്ക് താഴത്തുള്ള നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിൻ്റെയും ജോലിയാണ് എന്ത്? സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അടുത്തത് മാനേജസ് ഡേ ടു ഡേ റിസ്ക്സ്, അല്ലേ? ഒരു കമ്പനി മുമ്പോട്ട് പോകുമ്പോഴേക്കും എല്ലാ ദിവസവും ഒരു റിസ്ക് ഉണ്ടാവും. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നതും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. ഇതാരുടെ ജോലിയാണ്? ഈ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ്. അടുത്തത് ഷെയർ ഹോൾഡേഴ്സ്, മൂന്നാമത്തെ പാർട്ടിസിപ്പൻസ്. ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ദ റിയൽ ഓണേഴ്സ്, അല്ലേ? എന്താണ് അവരെ കുറിച്ച് പറയുന്നത്? ഓണേഴ്സ് ഹൂ എക്സ്പെക്ട് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് വാല്യൂ ക്രിയേഷൻ, അല്ലേ? എന്ത് എക്സ്പെക്ട് ചെയ്ത് വരുന്നവരാണ് ഷെയർ ഹോൾഡേഴ്സ്? അക്കൗണ്ടബിലിറ്റി, വാല്യൂ ക്രിയേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. എന്തൊക്കെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ? കമ്പനിയിൽ എന്താണോ നടക്കുന്നത് അത് കൃത്യമായിട്ട് അറിയുക, അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അതായത് എന്തൊക്കെയാണോ കമ്പനി നടക്കുന്നത് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ആ റിപ്പോർട്ടൊക്കെ ആര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മീൻസ് ആരാഗ്രഹിക്കുന്നുണ്ട് അറിയാൻ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ? അപ്പോൾ അവരെന്ത് പ്രതീക്ഷിച്ച് വരുന്നുണ്ട്? ട്രാൻസ്പെറൻസി, അല്ലേ? ഉള്ളിൽ എന്താണോ, ട്രാൻസ്പെറൻറ്റ് മീൻസ് ഉള്ളിൽ എന്താണോ അത് കൃത്യമായിട്ട് അറിയുക, അല്ലേ? കമ്പനിക്ക് ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് കൃത്യമായിട്ട് അറിയുക. അത് ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്ത്? ട്രാൻസ്പെറൻസി. രണ്ടാമത്തത് അക്കൗണ്ടബിലിറ്റി, ഒരു ഉത്തരവാദിത്തം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മേലൊരു ഉത്തരവാദിത്തം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി, പിന്നെ വാല്യൂ ക്രിയേഷൻ എന്താണ്? അത് മോണിറ്ററി ആകാതെ ഇരിക്കാം, അല്ലേ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവരാണ് ആര്? ഷെയർ ഹോൾഡേഴ്സ്. അവരെന്താണ്? നമ്മുടെ റിയൽ ഓണേഴ്സ് ആണ്, അല്ലേ? അപ്പോൾ 3 പാർട്ടിസിപ്പൻസിനെ പഠിച്ചു. ആരൊക്കെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ
എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്നും ആരാണ് ഇതിലുള്ള ഈ പാർട്ടിസിപ്പൻസ് എന്നും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം, വൈ കോർപ്പറേറ്റ് ഗവർണൻസ് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നതെന്ന് സിമ്പിളി നമ്മൾ ഇത്ര നാൾ പറഞ്ഞത് തന്നെ അത് ഒന്ന് ഇവർ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗവർണൻസ്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ റിപ്പോർട്ടിങ്ങിൽ ഒരു ട്രാൻസ്പെറൻസി വരുള്ളൂ. എൻറോണിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്, അവിടെ ഒരു ഗവർണൻസ് ഇല്ലായിരുന്നു, അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ ക്യാഷ് പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ എൻറോണിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ലായിരുന്നു. എന്തുകൊണ്ട്, അവിടെ ഗവർണൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗവർണൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആദ്യത്തേത് ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ഡിസിഷൻ മേക്കിങ്ങിലും റിപ്പോർട്ടിങ്ങിലും ട്രാൻസ്പെറൻസി ഉണ്ടാവും ഗവർണൻസ് ഉണ്ടെങ്കിൽ. അടുത്തത് അക്കൗണ്ടബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും കമ്പനിക്ക് ഗവർണൻസ് ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആരാണ് ഷെയർ ഹോൾഡേഴ്സ്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇവർ രണ്ടുപേരും സെയിം ആണോ, അതല്ലെങ്കിൽ സെയിം അല്ലേ, എന്തുകൊണ്ട് സെയിം അല്ല. ഓക്കെ, ഇവർ രണ്ടുപേരും സെയിം അല്ല. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ആരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിയൽ ഓണേഴ്സ് അല്ലേ, കമ്പനിയുടെ ഷെയർ കൈവശമുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലേ, അതായത് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരായിരിക്കും, അതായത് ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ആ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അത് ക്രെഡിറ്റേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, ഗവൺമെൻറ് ആകാം, ക്രെഡിറ്റർ ആവാം, വെൻഡർ ആവാം, ആര് വേണമെങ്കിലും ആകാം. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും ആ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടെങ്കിലുള്ള അടുത്ത ഇമ്പോർട്ടൻസ് എന്താണ്, അക്കൗണ്ടബിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മേളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മേളിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. എൻറോണിൽ അവിടെ ഉണ്ടായിരുന്നു, എൻറോണിൽ ഇല്ലായിരുന്നു അല്ലേ. അതായത് ഷെയർ ഹോൾഡേഴ്സിനെ അവർ ചതിക്കുക ചെയ്തത്, അവരുടെ മേളിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. അവിടെ എന്താ ഇല്ലാതെ വരുന്നത്, അവിടെ ഗവർണൻസ് ഇല്ലാഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ അടുത്ത പോയിന്റ്. ലാസ്റ്റ് പോയിന്റ്, എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, കമ്പനി എത്തിക്കലായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായി. എന്തൊക്കെയാണ്, അക്കൗണ്ടബിലിറ്റി ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും. അടുത്തത് ട്രാൻസ്പെറൻസി ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അതായത് റിപ്പോർട്ടിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും എന്തുണ്ടാവും, ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഉള്ളിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. എൻറോണിൽ അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അതെന്തായിരുന്നു, അവിടെ ഗവർണൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമെങ്കിൽ വൈ കോർപ്പറേറ്റ് ഗവർണൻസ് മാറ്റേഴ്സ് എന്ന് ചോദിക്കുമെങ്കിൽ നമുക്ക് പറയാൻ ഉത്തരവുണ്ട് അല്ലേ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ് വേണമെന്ന് പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, വീക്ക് ഗവർണൻസ്. വീക്ക് ഗവർണൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്, ഇൻക്രീസ് റിസ്ക് ഓഫ് ഫ്രോഡ്, ഇൻഎഫിഷ്യൻസി ആൻഡ് ലോസ് ഓഫ് കൺട്രോൾ. നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് അല്ലേ. എൻറോണിൽ എന്തായിരുന്നു സംഭവിച്ചത്, സെയിം സാധനം. അതായത് അവിടെ ഗവർണൻസ് ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ഇൻക്രീസ് ചെയ്തു അല്ലേ, ഫ്രോഡ് നടക്കാനുള്ളത് അല്ലായിരുന്നു. കാരണം അവിടെ ഗവർണൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് തോന്നിയതുപോലെ അവരുടെ ഇൻകം കൂട്ടിക്കാണിച്ചു, പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ അതൊരു ഫ്രോഡ് ആക്ടിവിറ്റി ആയിരുന്നു, അത് ഗവർണൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് വൺ, വീക്ക് ഗവർണൻസിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തത് ഇൻഎഫിഷ്യൻസി. അതായത് ഒരു ഗവർണൻസോ റൂൾസോ റെഗുലേഷൻസോ ഇല്ലെങ്കിൽ, ആരെന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റായിട്ട് അവിടുത്തെ എംപ്ലോയീസും മാനേജ്മെൻറ്റൊക്കെ വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അത് അടുത്ത വീക്ക് ഗവർണൻസിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത്തത് ലോസ് ഓഫ് കൺട്രോൾ. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും, ഇല്ലാത്തൊരു സാധനത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിലല്ലേ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആ കൺട്രോളും നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് വീക്ക് ഗവർണൻസിൻ്റെ ലക്ഷണങ്ങൾ. ഒന്നും വേണ്ട, എൻറോണിൻ്റെ കാര്യം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത 3, ഗവർണൻസ്, റിസ്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. നമ്മുടെ ഗവർണൻസും റിസ്ക്കും ഇൻറ്റേർണൽ കൺട്രോളും തമ്മിൽ കണക്ഷൻസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആ കണക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഗവർണൻസിൽ എന്താണ് പറയുന്നത്, സെറ്റ്സ് ഡയറക്ഷൻ ആൻഡ് ഓവർസൈറ്റ്. ഗവർണൻസിൻ്റെ നമ്മുടെ എക്സാമ്പിൾ മീൻസ് ഡെഫിനേഷൻ തന്നെ. അതായത് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, ഓവർസൈറ്റ് ആയിരിക്കും അല്ലേ, നമുക്ക് മുമ്പോട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റുക, ആരൊക്കെ എന്തൊക്കെ എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് ഗവർണൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. അതാണ് സെറ്റ് ഡയറക്ഷൻ ആൻഡ് ഓവർസൈറ്റ്. ഇത് എന്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്, നീഡ് റിസ്ക് ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ അല്ലേ. അതായത്
നമുക്ക് ഡയറക്ഷൻ സെറ്റ് ചെയ്യുമ്പോഴേക്കും മീൻസ് നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, ഓക്കെ ഇതൊക്കെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ റിസ്കിൻ്റെ കൺട്രോൾ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. എന്തൊക്കെ റിസ്ക് ഉണ്ടാകും, എന്തൊക്കെ കൺട്രോൾ ആക്ടിവിറ്റി ഇതിനു വേണ്ടി എടുക്കണം എന്ന് നമുക്ക് മനസ്സിലായാലേ നമുക്ക് ഡയറക്ഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. കാരണം എന്താണ്, കാരണം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇത് ഡിപ്പെൻഡഡ് ആണ് എന്തിനാ, റിസ്കിനെ കൺട്രോളിനെ, കൺട്രോൾ ഇൻഫർമേഷനെ അല്ലേ. കോർപ്പറേറ്റ് ഗവർണൻസ് റിസ്കിനെ ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണ്. അടുത്തത് റിസ്ക് മാനേജ്മെൻറ്റ്, നമ്മുടെ അടുത്ത ടൈം നമ്മൾ എന്താ പറഞ്ഞത്, ഗവർണൻസും റിസ്ക്കും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ ഗവർണൻസിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓവർസൈറ്റ് ആയിരിക്കണം, പിന്നെ ഇത് എന്തിനെ ഡിപ്പെൻഡഡ് ആണ്, റിസ്കിനെ ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണെന്ന് പറഞ്ഞു. അടുത്തത് റിസ്ക് മാനേജ്മെൻറ്റ്, നമ്മുടെ രണ്ടാമത്തത് റിസ്ക് മാനേജ്മെൻറ്റ് ഐഡൻറ്റിഫൈസ് മാനേജസ് ത്രെഡ്സ് ടു ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതായത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെക്കും, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ഇതിനെ മീൻസ് കിട്ടേണ്ടത്, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തായാലും റിസ്ക് ഉണ്ടാകും അല്ലേ. നമുക്കൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും റിസ്ക് ഉണ്ടാകും അല്ലേ. ഈ റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മീൻസ് മാനേജ് ചെയ്യുക, അതാണ് റിസ്ക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡഡ് ആണെന്ന് നോക്കാം. നീഡ്സ് ഇൻറ്റേർണൽ കൺട്രോൾ സപ്പോർട്ട് അല്ലേ. അതായത് ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിലല്ലേ അവിടെ നിന്ന് നമുക്ക് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ഒരു കമ്പനിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിലേ അതിനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ. അതൊരു റിസ്ക് ആണ്. അത് എന്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ റിസ്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണ് ആര്, റിസ്ക്. ഗവർണൻസ് ആരെ ഡിപ്പെൻഡഡ് ആയിരുന്നു, റിസ്കിനെ ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആയിരുന്നു. റിസ്ക് ആരെ ഡിപ്പെൻഡഡ് ആണ്, ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണ് അല്ലേ. കാരണം ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നും അതെങ്ങനെ കുറക്കാമെന്നും എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഇന്റേണൽ കൺട്രോൾ അല്ലേ. നമ്മളിപ്പോൾ ഏതൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗവർണൻസും റിസ്ക്കും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള കണക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവർണൻസും റിസ്ക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ കൺട്രോൾ എന്താ പറയുന്നത്, പ്രൊവൈഡ് അഷ്വറൻസ് ദാറ്റ് ആക്ഷൻസ് അലൈൻ വിത്ത് ഗവർണൻസ് ആൻഡ് റിസ്ക് ഗോൾസ് അല്ലേ. അതായത് നമുക്കൊരു ഗവർണൻസ് ഉണ്ടാവും, നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ട്രക്ചറും എല്ലാം ഉണ്ടാവും അല്ലേ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ റിസ്ക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ആര് അഷ്വറൻസ് തരുന്നുണ്ട്, ഇന്റേണൽ കൺട്രോൾ അഷ്വറൻസ് തരുന്നുണ്ട് അല്ലേ. അതായത് ഗവർണൻസും റിസ്ക് ഗോൾസും തമ്മിൽ അലൈനാണ് അല്ലേ. ഗവർണൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി അവിടെ റിസ്ക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇന്റേണൽ കൺട്രോൾ നമുക്ക് അഷ്വറൻസ് തരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇതെന്തിനെ ഡിപ്പെൻഡഡ് ആണ്, ഓപ്പറേറ്റ്സ് അണ്ടർ ഗവർണൻസ് അല്ലേ. ഗവർണൻസ് ഉണ്ടെങ്കിലല്ലേ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ സാധനം, ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ലെറ്റ്സ് എൻറോണിൽ ഒരു ഗവർണൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിലല്ലേ അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ എന്തിൻ്റെ അണ്ടറിലാണ്, ഗവർണൻസിൻ്റെ അണ്ടറിലാണ്. ഗവർണൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കൺട്രോൾ ചെയ്യുകയാണ് എന്ത്, ഇന്റേണൽ കൺട്രോളിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പറേറ്റ്സ് അണ്ടർ ഗവർണൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്റേണൽ കൺട്രോൾ ഗവർണൻസിനെ ഡിപ്പെൻഡഡ് ആണ്, ഗവർണൻസ് ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണ്, റിസ്കിനെ ഡിപ്പെൻഡഡ് ആണ്. റിസ്ക് ആരെ ഡിപ്പെൻഡഡ് ആണ്, ഇന്റേണൽ കൺട്രോളിനെ ഡിപ്പെൻഡഡ് ആണ് അല്ലേ. ഇതാ ഈ ബോക്സ്, ഇത് നമുക്ക് ടെക്സ്റ്റിലൊക്കെ വാരി വലിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിനെ സോർട്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തൊരു ബോക്സ് ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ തന്നത്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഡിപ്പെൻഡഡ് ആണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, റിസ്ക്കും ഇന്റേണൽ കൺട്രോളും ഗവർണൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ, ജസ്റ്റ് ഒരു കണക്ഷൻ വേണ്ടി മാത്രം. ദെൻ അടുത്തൊരു ടേം, റോൾ ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഇൻ ഗവർണൻസ്. റോൾ ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഇൻ ഗവർണൻസ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, അതിനു മുമ്പ് എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താ, അതായത് നമുക്കറിയാമല്ലേ, ഇയർ എൻഡ് ആകുമ്പോഴേക്കും CA അല്ലെങ്കിൽ CPA വന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ഓഡിറ്റ് നടത്തിയിട്ട് മീൻസ് ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യും അല്ലേ. എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇന്റേണൽ ഓഡിറ്റ്, എന്തായിരിക്കും ഇന്റേണൽ ഓഡിറ്റ്, നമ്മൾ തന്നെ നമ്മുടെ കമ്പനിക്കുള്ളിൽ ഒരു ഓഡിറ്റ് നടത്തുക അല്ലേ. അതായത് എക്സ്റ്റേണൽ ഓഡിറ്ററിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക കാര്യങ്ങൾ, എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്താണ്, അത് എക്സ്റ്റേണൽ ഓഡിറ്റർ വരുമ്പോഴേക്കും അവർക്കൊരു ഹെൽപ്പ് ആകും അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് മീൻസ് എന്താ പറയുക, അവർക്കൊരു ഇത് കിട്ടും, അവർക്കൊരു ഇൻസൈറ്റ് കിട്ടും.
എക്സ്റ്റേണൽ ഓഡിറ്ററിന്. അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്ററിന് ഒരു ഹെൽപ്പ് ആവും നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിലുള്ള പോരായ്മകൾ, എവിടെയൊക്കെയാണ് നമ്മൾ റെഡിയാക്കേണ്ടത്, നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആരെങ്കിലും ഫ്രോഡ് നടത്തുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ കമ്പനിയിൽ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ അടുത്തത് ഇന്റേണൽ ഓഡിറ്റ് എന്തുകൊണ്ടാണ് വേണമെന്ന് പറയുന്നതെന്ന്. പ്രൊമോട്ടിങ് എത്തിക്സ് ആൻഡ് വാല്യൂസ്, അല്ലെ, എത്തിക്സ് ഉണ്ടോ, എത്തിക്സ് ഇല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവരാം, അത് അതിൻ്റെ വാല്യൂ ക്രിയേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. അടുത്തത് എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ്, അല്ലെ, ഒരു ഉത്തരവാദിത്തം ഉറപ്പ് നൽകും. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, റിസ്ക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഉറപ്പ് നൽകും, അല്ലേ, അതാണ് അക്കൗണ്ടബിലിറ്റി, എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി. ദെൻ കമ്മ്യൂണിക്കേഷൻ റിസ്ക് ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻസ് എഫക്റ്റീവ്ലി, അല്ലേ, അതായത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിലും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സൊക്കെ ഉണ്ടെങ്കിലും അത് രണ്ടും കൂടി എന്ത് ചെയ്യും, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ, എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്തുണ്ടെങ്കിൽ, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെങ്കിൽ. അടുത്തത് കോർഡിനേറ്റ് എമൗങ് ദ ബോർഡ്, മാനേജ്മെൻറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, അല്ലേ, നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ടും ബോർഡുമായിട്ടും മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിട്ട് നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റ് ഒരു കമ്പനിയിൽ വേണമെന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് കമ്പനിയിൽ. ദെൻ അടുത്തൊരു ടേം ഏജൻസി പ്രോബ്ലം. എന്തായിരിക്കും ഏജൻസി പ്രോബ്ലം? ഞാൻ ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലേ. ആരായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലേ. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സത്യത്തിൽ ആരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്? ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്. അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, അവരുടെ വാല്യൂ ക്രിയേഷന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്, ഒപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, അല്ലേ. അവർക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് അവർ ഫോക്കസ് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, അവരെ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോബ്ലം അല്ലേ? ഇതൊരു പ്രോബ്ലമാണ്, അല്ലേ. കാരണം BODs എന്തിനാണ് വരുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ വാല്യൂ ക്രിയേഷന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ BODs വന്നിട്ട് സ്വന്തം വാല്യൂ ക്രിയേഷന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അതിനെയാണ് ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ഒരു കമ്പനിയിൽ വേണമെന്ന് പറഞ്ഞു, പിന്നെ റിസ്ക്കും ഇന്റേണൽ കൺട്രോളും ഗവർണൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാക്കി, ആരെയൊക്കെ ഡിപ്പെൻഡഡ് ആണെന്ന് മനസ്സിലാക്കി, പിന്നെ ഏജൻസി പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എഫക്റ്റീവ്ലി ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഒരു 10 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സീ യു സൂൺ.